ഓരോ ദേശത്തിനും ഓരോ കാർഷിക സംസ്കാരമുണ്ട്. ദേശപ്പെരുമയോടൊപ്പം ചേർത്തുവയ്ക്കാവുന്ന കാർഷിക പെരുമകൾ. നെൽകൃഷിയിലും പച്ചക്കറി കൃഷിയിലും പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലും ചില നാടുകൾ തനത് സംസ്കൃതികൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വയനാടിന്റെ സവിശേഷ നെല്ലിനങ്ങൾ ഏഴോത്തെ കൈപ്പാട് നെല്ല്, വാഴക്കുളത്തെ കൈതച്ചക്ക, പട്ടവിളയിലെ പഴവർഗ്ഗങ്ങൾ, കുറ്റ്യാട്ടൂരിലെയും കുഞ്ഞിമംഗലത്തെയും മാമ്പഴങ്ങൾ, തൃശൂരിലെ ചേങ്ങാലിക്കോടൻ നേന്ത്രൻ തുടങ്ങി എത്രയെത്ര കാർഷിക സമൃദ്ധികളുടെ പേരുണ്ട് കേരളത്തിൽ. കാർഷികാനുബന്ധമായ മേഖലയായ കന്നുകാലി വളർത്തലിലും ആടുവളർത്തലിലും ഓരോ നാടിനും അതിൻ്റെതായ തനത് രീതികളും കന്നുകാലി സമ്പത്തുമുണ്ട്. ബെച്ചൂർ, കപില, കാസർഗോഡ് കുഞ്ഞൻ, ചെറുവള്ളി, വില്വാദ്രി, തെന്മല, വടകര കുഞ്ഞൻ തുടങ്ങി കേരളത്തിലെ വിവിധയിടങ്ങളിൽ വ്യത്യസ്ത ജനുസുകളിൽപ്പെട്ട കന്നുകാലി സമ്പത്തുണ്ട്. ഒരു നാടിന്റെ ജൈവ വൈവിധ്യത്തിലെ കണ്ണികളാണ് ആ നാട്ടിലെ കൃഷിയും ജീവജാലങ്ങളുമെല്ലാം. എന്നാൽ ജൈവ വൈവിധ്യത്തിലെ കണ്ണികളായ കാസർഗോഡൻ കുഞ്ഞനും ബെച്ചൂരും വില്വാദ്രിയുമെല്ലാം വംശനാശ ഭീഷണിയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന കാസർഗോഡൻ കുഞ്ഞൻ പശുക്കളുടെ സംരക്ഷണത്തിനായിട്ടാണ് കാസർഗോഡ് ഡ്വാർഫ് കൺസർവേഷൻ സൊസൈറ്റിക്ക് 2010 രൂപം നൽകിയത്. 2002 മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്വരാജ് കാസർഗോഡ് എന്ന സംഘടനയുടെ പ്രവർത്തകരായിരുന്നു ഞങ്ങളെല്ലാം. ഈ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ചില നാൾവഴികളിൽ ഞങ്ങൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചിട്ടുള്ള സെമിനാറുകളും പ്രോഗ്രാമുകളും ഒക്കെ സാധാരണ രീതിയിൽ നടത്തുന്ന ഒരു സംഘടനയാണ്. ആ വഴിക്കാണ് ഞങ്ങൾ കാസർഗോഡിൻ്റെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള നാടൻ പശുക്കളുടെ ഒരു വംശ ശോഷണത്തെ സംബന്ധിച്ചിട്ട് ഉള്ള ആശങ്കകൾ പങ്കുവെക്കുന്നതും 2010 അതിൻ്റെ കാസർഗോഡൻ പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാസർഗോഡ് ഡ്വാർഫ് കൺസർവേഷൻ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തത്. ഇപ്പോൾ ഈ ഗോശാല പ്രവർത്തിക്കുന്നത് കൺസർവേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ തന്നെ ന്യൂഡൽഹിയിലെ ധ്യാൻ ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് ഒരു പരിമിതമായിട്ടുള്ള സാമ്പത്തിക സഹായം ഇപ്പോൾ നൽകുന്നുണ്ട്. ഈ പശുക്കളെ പരിപാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫീഡിന് ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം കൂടെ അവർ നൽകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വലിയൊരു സഹായമാണ്. എങ്കിൽ പോലും അതൊന്നും ഈ ഒരു പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാർഗത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ കൺസർവേഷൻ സൊസൈറ്റി ചിന്തിക്കുന്നത്. കൺസർവേഷൻ സൊസൈറ്റിയുടെ 9 അംഗ ബോർഡാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അത് ശ്രീ മോഹൻ മാഷും അതുപോലെ തന്നെ ശ്രീ പ്രൊഫസർ PN മോഡിത്തായ, ശ്രീ ശിവപ്രസാദ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് കാസർഗോഡ് ജില്ലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ സൊസൈറ്റിയിൽ 30 ലൈഫ് മെമ്പർമാരും 3250 അസോസിയേറ്റ് മെമ്പർമാരുമുണ്ട്. സൊസൈറ്റിയിലെ മെമ്പർമാരുടെ വീടുകളിൽ ഏകദേശം 8500ഓളം കാസർഗോഡ് കുഞ്ഞൻ പശുക്കളുണ്ട്. ഇതുകൂടാതെ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലുമായി 3500 പശുക്കൾ വേറെയുമുണ്ട്. ഇപ്പോഴത്തെ കണക്കുപ്രകാരം 12000ഓളം കാസർഗോഡ് തനത്ത് പശുക്കളായ കുഞ്ഞൻ പശുക്കളുണ്ടെന്നാണ് കണക്ക്. കാസർഗോഡ് ഡ്വാർഫ് കൺസർവേഷൻ സൊസൈറ്റി കാഞ്ഞങ്ങാടിനടുത്ത് അമ്പലത്തറയിൽ ഒരു കപില ഗോശാല ഒരുക്കിയിട്ടുണ്ട്.
ഇവിടെ ഇപ്പോൾ 40 പശുക്കളുണ്ട്. കപില ഗോശാലയിൽ കാസർഗോഡ് ജില്ലയിലെ നാടൻ പശുക്കളെ മാത്രമല്ല വളർത്തുന്നത്. ഉത്തരേന്ത്യൻ ജനുസുകളായ ഗീർ, കാംഗറേജ്, സഹിവാൾ, ഓംഗോൾ, നാടൻ പശുക്കൾ തുടങ്ങി 13ഓളം ഇനത്തിൽപ്പെട്ട പശുക്കൾ കപില ഗോശാലയിലുണ്ട്. വടക്കൻ കേരളത്തിന്റെ കാലാവസ്ഥയിൽ മറ്റു കന്നുകാലി വർഗ്ഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, അവയുടെ പാലുൽപാദനത്തിലുള്ള മാറ്റം എന്നിവ പഠനവിധേയമാക്കാനാണ് നാടൻ പശുക്കളോടൊപ്പം മറ്റുള്ളവയും വളർത്തുന്നത്. പ്രൊഫസർ PN മൂഡിത്തായ ചെയർമാനായുള്ള കമ്മിറ്റിയാണ് സൊസൈറ്റി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൊസൈറ്റിയുടെ ഡയറക്ടർ PK ലാൽ കപില ഗോശാലയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്നു. ഒപ്പം വർക്കിംഗ് ചെയർമാൻ മോഹനൻ മാസ്റ്ററുമുണ്ട്. ഒരു കാലത്ത് കാസർഗോഡ് നാടൻ പശുക്കൾ വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കൃഷിക്കാരുടെ വീടുകളിൽ. നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ചായിരുന്നു കൃഷി. രാസവളങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവന്നതേയില്ല. ഒരു ചെറിയ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ട പാലും നാടൻ പശുക്കളിൽ നിന്നും ലഭിച്ചിരുന്നു. നാടൻ പശുക്കളെ വളർത്താൻ പ്രയാസമൊന്നുമില്ല. കാരണം ചെറിയ ഇനമായതിനാൽ പരിപാലനത്തിൽ സ്ത്രീകളും കുട്ടികളും പങ്കാളികളാകുന്നു. കാസർഗോട്ടെ നാടൻ പശുക്കളെ ധാരാളമായി വളർത്തിയിരുന്നത് ജില്ലയുടെ വടക്കൻ അതിർത്തി ഗ്രാമങ്ങളിലായിരുന്നു. നാടൻ പശുവിന്റെ ചാണകത്തോടൊപ്പം പച്ചിലകളും ചേർത്ത് കാലിവളം ഉണ്ടാക്കി എല്ലാ കൃഷികൾക്കും ഉപയോഗിച്ചിരുന്നു. നാടൻ പശുക്കളെ പുൽമേടുകളിലേക്കും കുന്നിൻപുറങ്ങളിലേക്കും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലേക്കുമെല്ലാം മേയാൻ വിട്ടിരുന്നു. കാലം മാറിയപ്പോൾ മൊട്ടക്കുന്നുകൾ പോലും ജനവാസ കേന്ദ്രങ്ങളായി മാറി. കൃഷിയിടങ്ങളില്ലാതായി. കൃഷിയിൽ പലരും വേണ്ടെന്ന് വെച്ചു. കൃഷി ഇല്ലാതായി അനുബന്ധമായി ഉണ്ടായിരുന്ന കാലി വളർത്തലും കുറഞ്ഞു വന്നു. ജൈവ വൈവിധ്യത്തിലെ പ്രധാന ഘടകമായിരുന്ന നാടൻ പശുക്കൾ വടക്കൻ കേരളത്തിൽ കുറയാനുണ്ടായ കാരണങ്ങളിലൊന്ന് ഇവയെ മേയാൻ വിട്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്നും വ്യാപകമായി മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു എന്നതുകൊണ്ടാണ്. നല്ല ഔഷധഗുണമുള്ള നാടൻ പശുക്കളുടെ മാംസത്തിന് ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ നാടൻ പശുക്കളെ കൊന്നു തിന്നു തീർത്തു എന്ന് പറയാം. മേയാൻ വിടാനുള്ള തുറസായ സ്ഥലങ്ങളും കുന്നിൻപുറങ്ങളും വയലുകളും കുറഞ്ഞതും നാടൻ പശു വളർത്തൽ കുറയാൻ കാരണമായി. കുറ്റിച്ചെടികളും തൊട്ടാവാടി പോലുള്ള ഔഷധച്ചെടികളും മറ്റും കഴിച്ച് വളരുന്നതുകൊണ്ടാണ് നാടൻ പശുക്കളുടെ പാലിന് ഇത്രയധികം ഔഷധ ഗുണമുണ്ടാവുന്നത്. അമ്പലത്തറയിലെ കപില ഗോശാലയിൽ 4 കപില പശുക്കളുണ്ട്.
കാസർഗോഡ് നാടൻ പശുക്കൾ തന്നെയുള്ള മറ്റൊരിനമാണ് കപില. കർദമന് ദേവഹൂതിയിലുണ്ടായ പുത്രനാണ് കപിലൻ. കപില മഹർഷിയുടെ ആശ്രമത്തിൽ വളർത്തിയിരുന്ന പശു എന്നർത്ഥത്തിലും ഈ പശുവിന് കപില എന്ന പേരുണ്ടായി. കുരാൽ നിറത്തോടുകൂടിയതും മാനിനെ പോലുള്ളതും കുരാൽ മാനിനെ പോലുള്ള കണ്ണുകളോട് കൂടിയവയുമാണ് കപില പശു. നാടൻ പശുക്കളിൽ പ്രത്യേകമായ ഭംഗി കപിലയ്ക്കുണ്ട്. (2002) മുതൽ സ്വരാജ് കാസർഗോഡ് എന്ന പേരിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ആരംഭിച്ച ഒരു സംഘടനയാണ് വിപുലീകരിച്ച് കാസർഗോഡ് ഡോർഫ് കൺസർവേഷൻ സൊസൈറ്റിയായി മാറി നാടൻ പശുക്കളെ സംരക്ഷിക്കുന്നത്. കപില ഗോശാല പശുക്കളുടെ വിൽപ്പന കേന്ദ്രമല്ല, മറിച്ച് നാടൻ ഇനങ്ങളുടെ സംരക്ഷണ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് നാടൻ ഇനങ്ങളോടൊപ്പം വടകര, ചെറുവള്ളി, കുട്ടമ്പുഴ, വില്വാദ്രി, തെന്മല തുടങ്ങിയ കേരളത്തിലെ മറ്റു നാടൻ പശുക്കളെയും ഇവിടെ വളർത്തുന്നത്. കപില ഗോശാലയിൽ ഉപേക്ഷിക്കപ്പെട്ടതും രോഗം വന്നതുമായ പശുക്കളെയും സംരക്ഷിക്കുന്നു. രാസവളങ്ങളും രാസകീടനാശിനികളും അമിതമായി ഉപയോഗിച്ചതിന്റെ ദുരന്തഫലം ഏറ്റുവാങ്ങിയ ജില്ലയാണ് കാസർഗോഡ്. ഇനി ഇത്തരം ദുരന്തങ്ങൾ ഈ മണ്ണിൽ ആവർത്തിക്കാതിരിക്കാൻ ജൈവ കാർഷിക സംസ്കാരത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. ജൈവ കൃഷിക്ക് നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവുമാണ് ഏറ്റവും അനുയോജ്യമായത്. നാടൻ പശുക്കളുടെ സംരക്ഷണം സാധ്യമാകുമ്പോൾ അത് ജൈവ കൃഷിയുടെ പ്രോത്സാഹനത്തിന് കാരണമായി തീരും. ഉർവരതയെ തിരിച്ചുപിടിക്കാൻ നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ സാധ്യമാകും. കപില ഗോശാല ഇവിടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ജനുസുകളെ സംരക്ഷിക്കുക മാത്രമല്ല, അതിനോടൊപ്പം മണ്ണിൻ്റെ ജൈവ വൈവിധ്യം വളർത്തുക. അതുവഴി കൃഷിയിൽ ഉണ്ടാകുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റേതായ ഗുണമുണ്ടാകും. നല്ല യൂസ്ഫുൾ ബാക്ടീരിയ, നല്ല ബാക്ടീരിയകളെല്ലാം മണ്ണിലെത്തുകയും അത് നമ്മൾ ഇവിടെ വളരുന്ന ഔഷധച്ചെടികളിലും മറ്റ് വൃക്ഷങ്ങളിലെല്ലാം അതിൻ്റെ ഒരു ട്രാൻസ്ഫറിങ് നടക്കുകയും ചെയ്യും. അതിനോടൊപ്പം അത് കൊണ്ടുണ്ടാക്കുന്ന ഔഷധങ്ങൾക്കും അതിൻ്റേതായ ഗുണമുണ്ടാകും. അതിനോടൊപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പഞ്ചഗവ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ചാണകം, മൂത്രം, ഇതിൽ നിന്നെല്ലാം ഗോവാർക്ക, അതുപോലെ ചാണകത്തിൽ നിന്ന് പൽപ്പൊടി, അതുപോലെയുള്ള പല സോപ്പ്, അതുപോലെയുള്ള പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് ഒരു ബദൽ സംസ്കാരം വളർത്തിയെടുക്കാൻ ഈ ഗോശാലയെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കപില ഗോശാലയിലെ നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് സൊസൈറ്റി ലക്ഷ്യമിടും. ഇന്ധനക്ഷാമത്തിന് പരിഹാരമായി ചാണകവറളി ഉണ്ടാക്കി വിതരണം നടത്തുന്നതിനും പദ്ധതിയുണ്ട്. നാടൻ പശുക്കളുടെ സംരക്ഷണം ഒരു പ്രാദേശിക വിഷയമല്ല, കേരളത്തിലുടനീളം പ്രാവർത്തികമാക്കേണ്ടതാണ് നാടൻ പശുക്കളുടെ സംരക്ഷണം. അതുകൊണ്ട് കാസർഗോഡ് ഡോർഫ് കൺസർവേഷൻ സൊസൈറ്റി വിവിധ സ്ഥലങ്ങളിൽ 4 കപില ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. കപില ഫെസ്റ്റിന് ഓരോ ഇടങ്ങളിലും വലിയ ജനകീയ പിന്തുണയാണ് ലഭിച്ചത്. കപില ഫെസ്റ്റ് നാടൻ പശുക്കളുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ബോധവൽക്കരണ ക്യാമ്പ് കൂടിയായിരുന്നു. മറ്റു പശുക്കളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് കാസർഗോഡ് നാടൻ പശുക്കൾ. ഒന്നോ 2 ലിറ്റർ പാൽ മാത്രമേ നാടൻ പശുക്കളിൽ നിന്ന് കിട്ടൂ. പക്ഷേ ഏറെ ഔഷധ ഗുണമുള്ളതിനാൽ ചെറിയ കുട്ടികൾക്ക് രോഗപ്രതിരോധ ഔഷധമായി കപിലയുടെയും നാടൻ പശുക്കളുടെയും പാൽ നൽകുമായിരുന്നു. വിപണിയിൽ കിട്ടുന്ന കാലിത്തീറ്റകളും
മായം കലർന്ന കാലിത്തീറ്റകളും ഒരിക്കലും നാടൻ പശുക്കൾക്ക് നൽകാറില്ല. അതിനാൽ നാടൻ പശുക്കൾ പാലിന് ഔഷധ ഗുണം ഏറെയാണ്. നാടൻ പശുക്കളുടെ സംരക്ഷണം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ തുടങ്ങിയതോടെ കാസർഗോഡ് കേരളത്തിലാകമാനം നാടൻ പശുക്കളെ വളർത്തുന്നതിൽ താൽപര്യം വർദ്ധിച്ചിട്ടുണ്ട്. ചെറിയ പശുക്കളെ വളർത്തുമ്പോൾ തീറ്റച്ചെലവ് കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. ശുദ്ധമായ പാലും മോരും എല്ലാം ഉപയോഗിക്കാൻ കഴിയും. കാസർഗോഡ് ഡോർഫ് കൺസർവേഷൻ സൊസൈറ്റി നാടൻ പശുക്കളുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതോടൊപ്പം ഇവയെ കർഷകർ വളർത്തേണ്ടുന്ന ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നാടൻ പശുക്കളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നാട്ടിലെമ്പാടും ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഔഷധ മൂല്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3247 പേരാണ് ഞങ്ങളുടെ സംഘടനയിൽ ഇതുവരെ അംഗങ്ങളായി ചേർന്നിട്ടുള്ളത്. ഈ കർഷകർ ഒക്കെ തന്നെ ഈ നാടൻ പശുവിനെ വളർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു സപ്പോർട്ട് സർവീസ് കൊടുക്കുക എന്നതുകൂടെ ഈ സംഘടനയുടെ ഒരു ലക്ഷ്യമാണ്. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഇവരെല്ലാം ചേർത്തുകൊണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അടക്കമുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചിച്ച് വരികയാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ വടക്കൻ കേരളത്തിന്റെ പൊയ്പോയ കാർഷിക സമൃദ്ധിയും സൗഭാഗ്യതയും തിരിച്ചു കൊണ്ടുവരാൻ നൂതനമായ കാർഷിക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട്. കൃഷിയുടെ അനുബന്ധ മേഖലയായ കന്നുകാലി വളർത്തൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കന്നുകാലികളിൽ നാടൻ ഇനങ്ങളുടെ വളർത്തലിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണം. നാടൻ കന്നുകാലികളെ വളർത്തുമ്പോൾ മരിച്ചുപോയ മണ്ണിന് പുതിയ ജീവനുണ്ടാകും. രോഗാതുരമല്ലാത്ത ജീവനുള്ള മണ്ണിൽ വിളയുന്ന കാർഷികോൽപ്പന്നങ്ങൾ മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കും. വിഷം തീണ്ടാത്ത മണ്ണിനും മനുഷ്യനും വേണ്ടി, ജൈവ കാർഷിക സമൃദ്ധിക്ക് വേണ്ടി കൂടുതൽ നാടൻ പശുക്കളെ വളർത്താം. അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനം പോലെ നടത്തുന്ന നാടൻ പശു സംരക്ഷണ പദ്ധതിയിൽ പങ്കാളികളാകാം.